ഓരോ വർഷത്തിനുള്ളിലും മറഞ്ഞിരിക്കുന്ന ഒരു രാത്രിയുണ്ട്. വളരെ ശക്തവും പവിത്രവും ദൈവികമായ ഭാരത്താൽ അതിശയിപ്പിക്കുന്നതുമായ ഒരു രാത്രിയാണത്. ആ രാത്രിയിൽ മലക്കുകൾ എണ്ണിയാലൊടുങ്ങാത്തത്ര വലിയ സംഖ്യയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അള്ളാഹു അതിൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ 1000 മാസങ്ങളെക്കാൾ ഉത്തമമെന്ന് വിശേഷിപ്പിച്ചത്രയും വിലപ്പെട്ട ഒരു രാത്രി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 1000 മാസം, അതായത് 83 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ആരാധന, പ്രാർത്ഥന, പ്രഭാതത്തിനു മുൻപുള്ള ഇരുട്ടിൽ ഒഴുകിയ കണ്ണുനീര്. ഒരു മനുഷ്യായുസ്സിലെ 83 വർഷങ്ങൾ അസ്തമയത്തിൽ തുടങ്ങി സുബഹിൻ്റെ ആദ്യ പ്രകാശ ചക്രവാളത്തിൽ തെളിയുന്നതുവരെ നീളുന്ന ഒരൊറ്റ രാത്രിയിലേക്ക് ചുരുക്കപ്പെടുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ രാത്രികളും ആരാധനയിൽ ചിലവഴിച്ചാലും ഈ ഒരൊറ്റ രാത്രിയുടെ പ്രതിഫലത്തിന് തുല്യമാകില്ല. ഇതൊരു കവിതയോ അതിശയോക്തിയോ അല്ല. 16 നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ അത് നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്നിട്ടും ഭൂരിഭാഗം ആളുകളും അത് നഷ്ടപ്പെടുത്തുന്നു. ഭൂരിഭാഗം പേരും ആ രാത്രിയിൽ ഉറങ്ങുന്നു. മിക്കവരും അശ്രദ്ധമായ സംഭാഷണങ്ങളിലും വെറും വിനോദങ്ങളിലും ആ രാത്രി ചിലവഴിക്കുന്നു. തങ്ങളുടെ തലയ്ക്ക് മുകളിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നോ അള്ളാഹുവിൻ്റെ കാരുണ്യം മഴ പോലെ ചൊരിയപ്പെടുന്നു എന്നോ വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള തങ്ങളുടെ വിധി ആ വിലപ്പെട്ട മണിക്കൂറുകളിൽ എഴുതപ്പെടുകയും മുദ്രവെക്കപ്പെടുകയും ചെയ്യുന്നു എന്നോ അവർ അറിയുന്നില്ല. ഇതാണ് ലൈലത്തുൽ ഖദർ, അധികാരത്തിൻ്റെ രാത്രി, വിധിയുടെ രാത്രി, 1000 മാസങ്ങളുടെ രാത്രി. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ രാത്രിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ലൈലത്തുൽ ഖദർ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ്. ഖുർആനിലൂടെയും പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികാരമായ ഹദീസുകളിലൂടെയും നമ്മൾ സഞ്ചരിച്ച് ഭൂരിഭാഗം ആളുകളുടെയും കേട്ടിട്ടില്ലാത്ത രഹസ്യങ്ങൾ കണ്ടെത്താൻ പോകുകയാണ്. കാരണം ഇതൊരു വിശേഷപ്പെട്ട രാത്രിയെക്കുറിച്ചുള്ള കഥ മാത്രമല്ല, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയെക്കുറിച്ചുള്ള കഥയാണ്. നിങ്ങൾ ഈ രാത്രിയുടെ പ്രകാശത്തിലേക്ക് ഉണരുമോ അതോ ഇരുട്ടിലേക്ക് ഉറങ്ങിക്കിടക്കുമോ എന്ന ചോദ്യത്തെക്കുറിച്ചുള്ള കഥയാണിത്. ഹിറ ഗുഹയിലെ വെളിച്ചം. ക്രിസ്തുവർഷം 610 തുടക്കം. റമദാൻ മാസം. മക്കയ്ക്ക് മുകളിലുള്ള ജബലുന്നൂർ എന്ന പർവ്വതത്തിലെ ഒരു ചെറിയ ഗുഹയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിച്ചിരിക്കുകയായിരുന്നു. 40 വയസ്സായിരുന്നു അന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനോ വായിക്കാനോ പഠിച്ചിരുന്നില്ല. തൻ്റെ ജനതയുടെ വിഗ്രഹാരാധനയിലും ചുറ്റുമുള്ള അനീതിയിലും അസ്വസ്ഥനായി. സത്യം തേടി വർഷങ്ങളായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ധ്യാനത്തിലിരിക്കാറുണ്ടായിരുന്നു. ആ രാത്രി ഗുഹയിലെ നിശബ്ദതയിൽ അന്തരീക്ഷം മാറി. പെട്ടെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടത്. അത് വളരെ ശക്തമായ ഒരു ആഗമനമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഒരു മലയുടെ ഭാരം അനുഭവപ്പെടുന്നതായി തോന്നി. ഇഖ്റ എന്ന് മാലാഖ കൽപ്പിച്ചു. തനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് അദ്ദേഹം മറുപടി നൽകി. 3 തവണ അത് ആവർത്തിച്ചു. അവസാനം ആ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് പകർത്തപ്പെട്ടു. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനങ്ങളാണവ. അത് നടന്നത് ലൈലത്തുൽ ഖദറിലായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ, ഖുർആനിലെ 97-ാം അധ്യായമായ സൂറത്തുൽ ഖദറിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും നാം ഇതിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു. ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു. മലക്കുകൾ റൂഹും ജിബ്രീലും അവരുടെ രക്ഷിതാവിൻ്റെ അനുവാദത്തോടെ എല്ലാ കാര്യങ്ങളുമായി ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ അതൊരു സമാധാനമാണ്. ഈ 5 വചനങ്ങൾക്കുള്ളിലാണ് ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ലോകത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ആകാശത്തിലേക്ക് മുഴുവൻ ഖുർആനും ഇറക്കപ്പെട്ടത് ഈ രാത്രിയിലാണ്. ഈ രാത്രിയിലെ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്ന വചനം നമുക്ക് ചിന്തിക്കാം. ഹദീസ് പ്രകാരം സ്വർഗത്തിലെ കഅബയായ ബൈത്തുൽ മഅ്മൂറിൽ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു. അവർ ഒരിക്കലും മടങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്ര മലക്കുകൾ ഉണ്ടാകും? ലൈലത്തുൽ ഖദറിൽ അത്രയും മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. വിശ്വാസികൾ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ഓരോ വീടും പള്ളിയും മലക്കുകളാൽ നിറയുന്നു.
വിധിയുടെ രാത്രി എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിക്കപ്പെടുന്നു എന്ന് അള്ളാഹു പറയുന്നു. വരാനിരിക്കുന്ന വർഷത്തെ ജനനം, മരണം, ഭക്ഷണം, വിധി എന്നിവയെല്ലാം മലക്കുകൾക്ക് കൈമാറുന്നത് ഈ രാത്രിയിലാണ്. എന്നാൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ വിധിയെ മാറ്റാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നുവെന്നതും നിങ്ങളുടെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ഉൾപ്പെട്ടതാണ്. ഏത് രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്? റമദാനിലെ അവസാന 10 ഒറ്റപ്പെട്ട രാത്രികളല്ലാണ്. 21, 23, 25, 27, 29 ലൈലത്തുൽ ഖദർ തിരയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്. കൃത്യമായ രാത്രി മറച്ചുവെച്ചത് വിശ്വാസികൾ 10 രാത്രിയും ആരാധനയിൽ മുഴുകാൻ വേണ്ടിയാണ്. പല പണ്ഡിതന്മാരും 27-ാം രാവിനെയാണ് ഇതിനായി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. റമദാനിലെ അവസാന 10 ദിവസങ്ങളിലെ ആരാധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആ. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, ഞാൻ ലൈലത്തുൽ ഖദർ കണ്ടെത്തിയാൽ എന്ത് പ്രാർത്ഥിക്കണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ ദുആയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകാൻ നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ എനിക്ക് മാപ്പ് നൽകണമേ. പാപങ്ങൾ പൂർണ്ണമായി തുടച്ചു നീ ശുദ്ധനായി മാറാനുള്ള പ്രാർത്ഥനയാണിത്. നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? അവസാന 10 ദിവസങ്ങളിൽ അമിതമായ ഉത്സാഹത്തോടെ ആരാധനയിൽ മുഴുകുക, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, മനസ്സിലെ കറകളും പകയും നീക്കി ഹൃദയം ശുദ്ധമാക്കുക, കണ്ണുനീർ വാർത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ വർഷത്തിലെ ലൈലത്തുൽ ഖദർ നമുക്ക് പ്രയോജനപ്പെടുത്താം. അള്ളാഹു നമുക്ക് ആ രാത്രി കണ്ടെത്താനും അവൻ നൽകുന്ന പ്രതിഫലങ്ങൾ ലഭിക്കാനും പാപമോചനം നേടാനും അനുഗ്രഹിക്കട്ടെ. ആമീൻ.